സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മള് ഇന്നൊരു പ്രോഡക്ട്സ് റിവ്യൂ ആണ് കേട്ടോ ചെയ്യാൻ പോണത്. നമ്മൾ യൂഷ്വലി ഒരു സീരീസ് ചെയ്യാറില്ലേ 5 പ്രോഡക്ട്സ് റിവ്യൂ എന്ന്. പക്ഷെ ഇത് 5 പ്രോഡക്ട്സ് അല്ല കേട്ടോ, അതിനെക്കാട്ടിലും കൂടുതലുണ്ട്. അതും സമ്മർ ടൈമിൽ നമുക്ക് കുറച്ചും കൂടുതൽ ഹെൽപ്പ് ആവുന്ന തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഇപ്പൊ ഈ വീഡിയോ ഞാൻ രണ്ടാമത് ഷൂട്ട് ചെയ്യണതാണ്. ആദ്യം ഷൂട്ട് ചെയ്തു, എൻ്റെ ആ ഒരു പെർട്ടിക്കുലർ മെമ്മറി കാർഡിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതിൽ ഷൂട്ട് ചെയ്യണത് പതിയുന്നില്ല എന്ന് തോന്നുന്നു, ചില സമയത്ത് മാത്രം. ഇപ്പൊ ഞാൻ അതിനെ ഉപേക്ഷിച്ചു. അപ്പൊ ഞാൻ ഒരു 3-4 റീലും ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തൊക്കെ ഫുള്ള് പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി. അപ്പൊ നമ്മളിത് രണ്ടാമത് ഷൂട്ട് ചെയ്യാണ്. അത് മാത്രമല്ല, വേറൊരു സന്തോഷമായിട്ടുള്ള കാര്യം കേട്ടോ. നേരത്തെ പറഞ്ഞ സങ്കടമായിട്ടുള്ള കാര്യം, അപ്പൊ iPhone 15 Pro ട്ടോ. അത് നമ്മള് ഇത് മേടിച്ചിട്ട് 12 Pro Max മേടിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അച്ഛനുള്ള സമയത്താണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ അത്ര അധികം സംഗതികൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ലോണം ആയിട്ടുണ്ട്. അത് മാത്രല്ല, എനിക്ക് ആ ഫോൺ വേറൊരു ആവശ്യത്തിന് വേണം താരം. അപ്പൊ ഞാൻ വിചാരിച്ചു പുതിയ ഫോൺ മേടിച്ചാൽ നമ്മുടെ വ്ളോഗ്സിന്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. ഇതിപ്പോ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കാം കേട്ടോ. അതുപോലെ തന്നെ മറ്റേ ഫോൺ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ആ ഒരു രീതിക്ക് ഉദ്ദേശിച്ചിട്ട് ആദ്യം ഞാൻ നോക്കിയപ്പോൾ നല്ല വിലയുണ്ടായിരുന്നു. വില കുറച്ച് കുറയാൻ വേണ്ടി കാത്തു നിന്നാ, കാരണം ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഭയങ്കര പൈസയല്ലേ. ഇനിയിപ്പോൾ 16 മേടിക്കാൻ വെച്ചാലും ഇനി ഇറങ്ങുന്ന സമയത്ത് അതൊന്നും ഭയങ്കര പൈസയാവും. അപ്പോൾ പിന്നെ കുറയണത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ പിന്നെയും നമ്മൾ ആപ്പിൾ മേടിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആപ്പിളായിട്ട് എനിക്കൊരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ അന്നൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ലാപ്ടോപ്പ് കേട് വന്ന് നന്നാക്കാൻ കൊടുത്തിട്ട് പിന്നെ ലാപ്ടോപ്പും ഇല്ല, പൈസയും പോയി. പിന്നെ നമ്മൾ ലീഗലി മൂവ് ചെയ്തിട്ടാണ് നമുക്ക് ആ പൈസ ഫുള്ള് തിരിച്ചു കിട്ടിയത്. അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ അപ്ഡേറ്റ് എന്തായാലും നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേർക്ക് മിസ്സായി പോയി തോന്നുന്നു. നമ്മൾ ലീഗലി മൂവ് ചെയ്തിട്ട് നമ്മൾ ചെലവാക്കിയ എല്ലാ തുകയും, ലാപ്ടോപ്പിന്റെ തുകയും, ഈവൻ നമുക്കിപ്പോൾ ലാപ്ടോപ്പ് അല്ല ആപ്പിൾ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാം, ആപ്പിളിന്റെ എന്ത് പ്രോഡക്റ്റ് നമ്മൾ കേട് വന്നിട്ട് കൊടുക്കുമ്പോൾ ഒരു 2000 രൂപ അവർ ഡയഗ്നോസ് ചാർജ് എന്ന് പറഞ്ഞു മേടിക്കും. ആ ഒരു 2000 രൂപ കിട്ടിയാലേ നമ്മുടെ എന്ത് സാധനമാണെങ്കിലും അവർ കയ്യിലേക്ക് എടുക്കുള്ളൂ. അപ്പൊ ആ തുകയടക്കം അവർ തന്നു. പക്ഷെ കോമ്പൻസേഷൻ കിട്ടിയില്ല. അത് വേണമെങ്കിൽ നമ്മൾ ലീഗലി ഇനി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ള സമയവും സാവകാശവും അതിനുള്ളൊരു മെന്റൽ ഒരു പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ആ സമയത്ത്. ഇപ്പൊ ചിലപ്പോൾ പറ്റുമായിരുന്നു തോന്നുന്നു, കാരണം ഇപ്പോഴാണെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെയാണല്ലോ. അന്ന് നമ്മൾ ഗോവയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് നിന്നില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മള് പറ്റുമെങ്കിൽ, എല്ലാവരും പറ്റണമെന്നില്ല. ഇപ്പൊ നമുക്ക് കോമ്പൻസേഷന് വേണ്ടി മുന്നോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അന്നത്തെ സാഹചര്യം അതായിരുന്നു. പക്ഷെ നമുക്ക് പറ്റുമെങ്കിൽ ലീഗലി നമുക്ക് മൂവ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. എന്ത് പ്രശ്നമാണെങ്കിലും, അതിപ്പോ ഫോൺ ആണെങ്കിലും ശരി, ഡ്രസ്സ് ആണെങ്കിലും ശരി, ചെറിയ കോസ്മെറ്റിക് ആണെങ്കിലും ശരി, നമ്മളെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ എന്തായാലും കൺസ്യൂമർ കോർട്ടിൽ പോവാം. നമുക്ക് അതിന് നമ്മുടെ നിയമം നമ്മളെ സഹായിക്കും തന്നെയാണ് എനിക്ക് ഇതുവരെയുള്ള ഒരു തോന്നല്. ശരിയാണ്, നമ്മുടെ കുറെ സമയവും അതേപോലെ തന്നെ നമ്മുടെ എഫേർട്ടും ഒക്കെ പോവും. പക്ഷെ ഒരാളെ നമ്മളെ പറ്റിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ, അതെന്തായാലും പോയി കിട്ടും നമുക്ക്. അപ്പൊ അതാണ് നമ്മുടെ ആപ്പിളിന്റെ അപ്ഡേറ്റ്. എന്തായാലും നമുക്കിനി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വ്ളോഗ്സും റീൽസ് ഒക്കെ ഞാൻ പിന്നെ എന്തായാലും ക്യാമറയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യണത്. എന്തായാലും ബെറ്റർ ആയിട്ടുള്ള വ്ളോഗ്സ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ തുടങ്ങണതായിരിക്കും കേട്ടോ. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഫോൺ നോക്കി മേടിച്ചത്. ഇതാട്ടോ കളറ്. ഇപ്പൊ എന്തായാലും കവർ ഇടും, അതുകൊണ്ട് തന്നെ കളർ ഇപ്പൊ അറിയാനൊന്നും പോണില്ല. നമ്മുടെ പഴയ ഫോണില്ലേ, അത് തന്നെ വലിപ്പം. അത് 12 Pro Max ആണ്, ഇത് 15 Pro Max ആണ്. അതാണ് വ്യത്യാസം. ഇനി ഇതിന് ഉടുപ്പൊക്കെ ഇടിക്കണം, സ്ക്രീൻ ഗാർഡ്, അങ്ങനത്തെ സംഗതികളെല്ലാവരും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇതാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഈ പണക്കാരൊന്നും ഇതിന് കവർ ഇടേ, ഇങ്ങനെ സ്ക്രീൻ ഗാർഡ് ഇടുമായിരിക്കും, പക്ഷെ ഇങ്ങനെ കവറൊന്നും ഇടില്ല. അവരിങ്ങനെ ഐഫോൺ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറ്. പക്ഷെ എനിക്കതൊന്നും ആലോചിക്കാനേ എത്ര വില കൊടുത്തിട്ടുള്ള ഒരു സാധനം. അയ്യോ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് എന്തിലേക്കാണ് പോണത്? നമ്മൾ 5 അല്ല, കുറച്ചധികം പ്രോഡക്ട്സ് കേട്ടോ. അതിനകത്ത് ഞാൻ ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഗതി പറയാട്ടോ. ഞാൻ ഈ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഏതാണ് ലിപ്സ്റ്റിക് എന്നുള്ളത്. ഇതിന്റെ ഗുണഗണങ്ങൾ ഞാൻ ഫസ്റ്റ് പറയട്ടെ കേട്ടോ. ഫസ്റ്റ്, ഈ ഷെയ്ഡ് അടിപൊളിയാണ്. രണ്ടാമത്, അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഈസിലി ഒരു 5-6 hours ലാസ്റ്റ് ചെയ്യും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിൾ ആണ്. കാരണം എന്താ, ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ടാണ്. ഇത് സ്റ്റേസ് 929 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ. ലവ് ട്രയാങ്കിൾ 3-in-1 ലിപ്സ്റ്റിക് എന്നാണ് പറയുന്നത്. മാറ്റ്
ട്രാൻസ്ഫർ പ്രൂഫാണ്. അതായത് ഇങ്ങനെ ആക്കിയാലൊന്നും പോവില്ല കേട്ടോ. ഇനി ഇത്തിരി എങ്ങാനും എപ്പോഴെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ തന്നെ ആ ഒരു ടിന്റ് ഉണ്ടാവും. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉള്ളിൽ കൂടെ കുറച്ച് പോവില്ലേ, അങ്ങനെ പോയാലും ആ ഒരു ടിന്റ് ഉണ്ടാവും. അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. 12 മണിക്കൂർ നിൽക്കുന്നതാണ് പറയണത്. ഇങ്ങനെ പോയാലൊരു 7-8 മണിക്കൂറൊക്കെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഒരു ഇതിനനുസരിച്ച് ഇരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചുണ്ട് നനയ്ക്കുക, അതുപോലെ ചുണ്ട് കടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ലിപ്സ്റ്റിക് പോവും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ചുണ്ട് കൂടുതൽ കറുക്കും. എനിക്കുള്ള സ്വഭാവം, എസ്പെഷ്യലി നമുക്ക് സ്ട്രെസ് ആകുമ്പോൾ ഇങ്ങനെ കടിച്ച് നമ്മൾ ഇങ്ങനെ ചുണ്ട് പൊട്ടിക്കും. അതൊക്കെ ചുണ്ട് കറക്കാനുള്ള കാരണമാക്കും. അപ്പൊ അത് ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പൊ 3-in-1 ലിപ്സ്റ്റിക് എന്നാണ് പറയണത്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് 3-in-1 എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കിതിൽ നോക്കിയിട്ട് 2 ഷെയ്ഡ്സ് ഓഫ് കളറേ കാണാറുള്ളൂ. ഒന്ന് ഈ സൈഡിലൊരു ഒരു മെറൂണി റെഡ് കളർ ആണെങ്കിൽ ഇവിടെ ഒരു പിങ്ക് മോവ് ന്യൂഡ് ഷെയ്ഡ് ആണുള്ളത്. അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡ് എനിക്ക് തോന്നുന്നുള്ളൂ. ഇനിയിപ്പോ 2 കൂടി മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു കളറാണോ ഇത് മൂന്നാമത്തെ കളർ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇതിന്റെ പ്രൈസ് 449 റുപ്പീസ് ആണ് കേട്ടോ. നമുക്ക് നൈക്ക, ആമസോൺ ഇതിലൊക്കെ അവൈലബിൾ ആണ്. 449 റുപ്പീസ് ഉണ്ടെങ്കിൽ ഇത് വർത്ത് ആണ് കേട്ടോ. സാധാരണ ലിക്വിഡ് ലിപ്സ്റ്റിക്സിനെക്കാട്ടിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഒരു ലിപ്സ്റ്റിക്കിൽ തന്നെ നമുക്ക് 2 അടിപൊളി കളർ കിട്ടുന്നില്ലേ. കളർ ഇത് കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന കളറാണ്. പക്ഷെ എന്നാലും ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ ലിപ്സ്റ്റിക് ഉണ്ടായാൽ മതി, നമുക്ക് മൾട്ടിപ്പിൾ ലുക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡാർക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യും. അതിനുശേഷം ഉള്ളിൽ നമ്മൾ ഈ ന്യൂഡ് ഷെയ്ഡ് ഇടും. അപ്പോൾ നല്ല സൂപ്പർബ് ആയിട്ടുള്ള ഒരു എവറി ഡേ ഷെയ്ഡാണ്. നമുക്ക് ഓഫീസിലേക്ക് പോകുമ്പോഴും ഈ കോളേജിൽ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ പുറത്തേക്ക് പോകുമ്പോഴും നമ്മുടെ ബാഗിൽ സ്റ്റോർ ചെയ്യാനൊക്കെ അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഈ അടുത്ത് യൂസ് ചെയ്തതിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് നോക്കുകയാണെങ്കിൽ അതിലെനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടുള്ള ഷെയ്ഡാണ്. ഇതിൽ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് സ്കാർലറ്റ് വിസ്പർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എനിക്കിഷ്ടമായി. ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ലിപ് ബാം എഗെയിൻ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും ഫസ്റ്റ് ഒരു ലിപ് ബാം ഇടുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ. എസ്പെഷ്യലി സമ്മർ ടൈമിലാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ് ഈ മിനിമലിസ്റ്റിന്റെ SPF 30. പ്രൊട്ടക്ട്സ് ആൻഡ് നറിഷസ് വിത്ത് ഹൈഡ്രോണിക് പ്ലസ് സെറമൈഡ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിപ്സിന് നല്ല പ്രൊട്ടക്ഷനും ആണ്, നല്ലൊരു സ്കിൻ കെയറും ആണ്. പിന്നെ SPF 30 ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ഡബ്ബയിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന്റെ പ്രൈസ് 299 റുപ്പീസ് ആണ്. പക്ഷെ ഇഷ്ടം പോലെ നാളെ നിൽക്കൂട്ടോ. ആ രീതിക്ക് ഭയങ്കര നല്ലതാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. സോറി ലിപ് ബാം ആണ്. നന്നായിട്ട് നമ്മുടെ ലിപ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇത് മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. എന്തായാലും മേടിച്ചു വെച്ചോളൂ. എസ്പെഷ്യലി ഈ സമ്മർ ടൈമിൽ അടിപൊളിയാണ് കേട്ടോ. അടുത്തത് സൺസ്ക്രീൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത് ഞാൻ പുതിയത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒന്നാണ് കോസാറെക്സിന്റെ ഈ 50+ PA++ സൺസ്ക്രീൻ. കോസാറെക്സ് പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എസ്പെഷ്യലി സ്നെയിൽ മ്യൂസിൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മോയ്സ്ചറൈസർ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ കുറച്ച് പേർക്ക് ഞാൻ ഈ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് റിവ്യൂ ചെയ്ത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഫാർമസി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്. ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ റിവ്യൂ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നതും അതേപോലെ നല്ല റിവ്യൂ ഉള്ളത് നോക്കി അങ്ങനെ റിസർച്ച് ചെയ്ത് മേടിച്ചതാണ്. അതേപോലെ തന്നെ എല്ലാതും ഞാനൊരു മാസത്തിൽ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഒരു മാസം മുഴുവനായിട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യായിരുന്നു. കാരണം എനിക്ക് ഒരു മുഖല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് അത്രയല്ലേ നമുക്ക് പറ്റുന്നുള്ളൂ. എന്നിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ, ഇപ്പം എൻ്റെ സ്കിൻ ടൈപ്പ്, എൻ്റെ ഒരു സ്കിൻ ടെക്സ്ചർ, എൻ്റെ സ്കിൻ പ്രോബ്ലംസ്, അതിനകത്തൊക്കെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അതിൽ 1-2 പ്രോഡക്ട്സ് തന്നെ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതുമാണ് കേട്ടോ. അങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഇന്നതിന് വേണ്ടിയിട്ട് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലത്തെ പ്രോഡക്ട്സ് അല്ലായിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ എന്നെക്കൊണ്ട് ആവുന്ന മാക്സിമം ഇട്ടിട്ട് റിസർച്ച് ചെയ്തിട്ട് ഞാൻ മേടിച്ചതാണ്. ബട്ട് ഐ എം സോറി. ഇനി ഞാൻ ഒന്നും കൂടി ശ്രദ്ധിക്കാം. കുറെ കൂടി ഞാൻ അതിലേക്ക് മേ ബി എനിക്ക് തോന്നുന്നു ഞാൻ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇനി ഞാൻ കാണിക്കാം
അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാട്ടെ എന്തായാലും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ, പക്ഷെ ആ ഒരു ഫ്ലോ പോയി. കോസറക്സിന്റെ പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മോയ്സ്ചറൈസർ റിവ്യൂവിൽ നമ്മൾ കോസറക്സിന്റെ സ്നീൽ മ്യൂസിയം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ സൺസ്ക്രീനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. നമുക്ക് വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ച് സമയം എടുത്ത് നമുക്ക് മസാജ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വെള്ള കളറിലുണ്ടാവും. വൈറ്റ് കാസ്റ്റ് അല്ല, ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ്. വൺസ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കയാണ്, ഒരു കുഴപ്പമില്ല. അതിന്റെ മീതെ മേക്കപ്പ് അപ്ലൈ ചെയ്യാനൊന്നും കുഴപ്പമില്ല. നല്ല പ്രൊട്ടക്ഷനാണ്. ഞാൻ ജിമ്മിൽ പോകുമ്പോഴൊക്കെ സ്ഥിരം യൂസ് ചെയ്യണതാണ്. അതാണ്, പക്ഷെ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഇവിടെ ഇവിടേക്ക് നിൽക്കട്ടെ. ഇവിടെ ഞാൻ ചിലപ്പോൾ ഇവിടേക്ക് ബ്ലെൻഡ് ചെയ്യാൻ, നമ്മൾ ജിമ്മിൽ പോണ കാരണം പെട്ടെന്ന് ഓടി പിടിച്ച് പോകാലോ. അപ്പൊ ഞാൻ ഒരു തവണ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ അവിടുത്തെ ഒരു പയ്യൻ പറയും, നിങ്ങളിവിടെ പൗഡറൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, പൗഡർ അല്ല സൺസ്ക്രീനാണ്. അപ്പൊ അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബ്ലെൻഡ് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കണം മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇത് അടിപൊളിയാണ്. കുറച്ച് വിലയുണ്ട് കേട്ടോ ഈ പ്രോഡക്റ്റിന്. എന്തായാലും ഒരു 800 to 1000 ഇടയ്ക്ക് ഉണ്ടാവാൻ വഴിയുണ്ട്. കാരണം മെയ്ഡ് ഇൻ കൊറിയ, കോസറക്സ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. പക്ഷെ നല്ല പ്രോഡക്റ്റ് ആണ്. അടുത്തത് പെർഫ്യൂം നമുക്ക് സമ്മർ ടൈമിൽ നമ്മൾ കൂടുതൽ വേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണല്ലോ ഇത്. നമ്മൾ കഴിഞ്ഞൊരു നൈക്ക ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് പറഞ്ഞ ഒരു റിവ്യൂ ആണ്. പക്ഷെ ഞാൻ ജിമ്മിൽ പോയപ്പോൾ സ്ഥിരം യൂസ് ചെയ്തിരുന്ന ഒരു പെർഫ്യൂമാണിത്. അപ്പൊ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നും കൂടി പറയാം. അത് മോയ് ബൈ നൈക്ക എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഫ്രേഗ്രൻസ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതിന്റെ പ്രൈസ് ഇതിന്റെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 1600 റുപ്പീസ് ഒക്കെ ഉണ്ട് ഇതിന്. പക്ഷെ നല്ല മണമാണ്. അത് മാത്രമല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, കുറേ നാള് നിൽക്കും കേട്ടോ. എനിക്ക് ജിമ്മിന് പോയിട്ടാണെങ്കിലും തിരിച്ചു വരുമ്പോഴും അത്യാവശ്യം നല്ലൊരു ഫ്രേഗ്രൻസ് ഉണ്ടാവാറുണ്ട്. ഇത് കുറച്ചൊരു അക്വാ ഫ്രേഗ്രൻസ് ആണ്. എന്നാൽ നമ്മൾ യൂഷ്വലി കണ്ട് വരുന്ന തരത്തിലൊരു ഫ്രേഗ്രൻസ് അല്ല. നമുക്ക് എപ്പോഴും ഫ്ലോറൽ, അതേപോലെ തന്നെ ഫ്രൂട്ട് പഞ്ച്, അങ്ങനത്തെ അല്ലേ കൂടുതൽ നമ്മൾ ഫ്രേഗ്രൻസുകൾ നമുക്ക് ഉണ്ടാവുക. ഇതെങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും? സാധാരണ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന പെർഫ്യൂം ഇല്ലേ, അതിൻ്റെ ഒരു മണം ഉണ്ടാവില്ലേ? മെൻസ് പെർഫ്യൂം ഇല്ലേ, അതിൻ്റെ ഒരു മണം. പക്ഷെ അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ, അങ്ങനത്തെ ഒരു മണമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര കുത്തുന്ന മണമൊന്നും അല്ല, നല്ല പെർഫ്യൂമാണ്. ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്താലും നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല ഭംഗിയുണ്ട് അല്ലേ പാക്ക് കാണാനായിട്ട്. ഇവിടെ ഇങ്ങനെ സൈഡിലേക്ക് മേക്കപ്പ് ഒക്കെ വെക്കുന്ന സ്ഥലത്ത് വെച്ചാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഈ സമ്മർ ടൈമിൽ എസ്പെഷ്യലി നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. അടുത്തത് ഇത് സൺസ്ക്രീൻ സ്പ്രേ ആണ്. കുറേ പേര് സൺസ്ക്രീൻ സ്പ്രേന്റെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് കുറേ എണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഒരു ആൽക്കഹോൾ ഒരു മണം ഉണ്ടാവും കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്തു. അയ്യോ, അത് എൻ്റെ സ്വന്തം അല്ലായിരുന്നു. ഞാൻ അത് കാണിച്ചു തരാം. ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ കണ്ണ് തുറക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ കണ്ണ് നീറി കണ്ണിന്നൊക്കെ വെള്ളം വരും. അത്രയ്ക്ക് സ്ട്രോങ് ആൽക്കഹോൾ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു സൺസ്ക്രീൻ എനിക്ക് തീരെ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി അത്യാവശ്യം റിവ്യൂ ഉള്ളത് അങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് ഈ ഒരു ബ്രാൻഡ് SPF 50 UVA UVB PA++ സൺസ്ക്രീൻ ആണ്. SPF മിസ്റ്റ് ആണ് കേട്ടോ. 52 സൺഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനെയാണ്. പാക്കേജിങ് തന്നെ നല്ല രസമുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒരു കൊറിയൻ വൈബാണ് പിടിച്ചിരിക്കണേന്ന് തോന്നുന്നുണ്ടല്ലേ. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ക്ലോസ് യുവർ ഐസ്, ലിപ്സ് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്പ്രേ ഇൻ സർക്കുലർ മോഷൻ 8 inches away from your face. സ്പ്രേ അറ്റ്ലീസ്റ്റ് 8 to 10 times. അങ്ങനെയാണെങ്കിൽ പിന്നെ നോക്കണ്ട, ഇത് ഒരാഴ്ചത്തേക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നെക്കിലും അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റീഅപ്ലൈ യുവർ SPF ടോപ്പ് അപ്പ് സ്പ്രേ എവറി 90 minutes വെൻ ഔട്ട്ഡോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്പ്രേ സൺസ്ക്രീൻസ് ഉണ്ടല്ലോ, നമുക്ക് മുതലാവുന്ന ഒരു സാധനമേ അല്ല കേട്ടോ. സാധാരണ ക്രീം സൺസ്ക്രീൻസ് ഇല്ലേ, ഇങ്ങനത്തെ മേടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് റീഅപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് സൺസ്ക്രീൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ റീഅപ്ലൈ ചെയ്യാവുന്നതാണ്. ചിലർക്ക് എങ്ങനെയാ വെച്ചാൽ ഷൂട്ടിന്റെ സമയത്തും അങ്ങനെയൊക്കെയാണ്, നട്ടപ്ര വെയിലത്താണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ നിവർത്തിയില്ലല്ലോ മേക്കപ്പ്
ഉള്ള കാരണം. ഇൻഡോസ് ആണെങ്കിൽ പിന്നെയും സാരില്ല, റീഅപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല വിചാരിക്കാം. പക്ഷെ നമ്മൾ പുറത്ത് ഭയങ്കര വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ, എസ്പെഷ്യലി ഈ സമയത്തൊക്കെ, ഉച്ച സമയത്തൊക്കെ ഷൂട്ടുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മുടെ ദേഹം പൊള്ളിപ്പോവും. ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തന്നെ ഷൂട്ടിന് വേണ്ടി പോയി, അയ്യോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കേട്ടോ, ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നീട്ടി പിടിച്ചിട്ട്, എന്നിട്ട് അപ്പൊ തന്നെ കണ്ണ് തുറക്കരുത് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കണ്ണ് തുറക്കുക. ഇതാകുമ്പോൾ നീറുന്നില്ല, നല്ലൊരു റോസ് വാട്ടറിന്റെ ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ഞാൻ പിന്നെയും പറയാണ്, ഇത് നമുക്ക് സാധാരണ ക്രീം സൺസ്ക്രീൻസ് ഒക്കെ തരുന്ന തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരില്ല. പക്ഷെ റീഅപ്ലൈ ചെയ്യാനായിട്ട് മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനത്തെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇത് നല്ലതാണ്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് റീഅപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യണം എന്നാണെങ്കിൽ ഇത് നല്ലത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 799 റുപ്പീസ് ആണ് കേട്ടോ. ഇപ്പൊ ഇത് ഈ അടുത്തിറങ്ങിയതാണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ഡെർമ ടെസ്റ്റഡ് ആണ്, 100% വീഗൻ ആണ് കേട്ടോ. നല്ല പ്രോഡക്റ്റാ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റാ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അടുത്തത് ഇതൊരു വാക്സ് സ്റ്റിക്കാണ് കേട്ടോ. അത് നമ്മൾ 1-2 ഹെയർ സ്റ്റൈൽസിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു റെക്സോണയുടെ മണം കേട്ടോ ഇതിന്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്ലീക്ക് ബൺസ് അല്ലെങ്കിൽ സ്ലീക്ക് പോണിറ്റെയിൽസ് ഒക്കെ കിട്ടില്ലേ, അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ കറബറാന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടി നിൽക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ പതിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, ഒരു നീറ്റ് ലുക്കിന് വേണ്ടിയിട്ട് ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇവിടെ ഇങ്ങനെ ബേബി ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടി കുട്ടി മുടികൾ ഇവിടെ ഉണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ഇത് ഇവിടെയൊക്കെ വാക്സ് ചെയ്യുക, എനിക്ക് അതിന്റെ വേദനയെക്കാളും കൂടുതൽ നമ്മളിങ്ങനെ ആയിരിക്കില്ലേ, എന്തിന്, വൈ ക്വസ്റ്റ്യൻ മാർക്ക്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ബേബി ഹെയർ ഉള്ളത് നല്ലതാണ്. അത് ഇവിടേക്കുള്ള ബേബി ഹെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വീണ് നടക്കണതാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ചന്തണ്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് എൻ്റെ ഇങ്ങനെ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികൾ പോണിറ്റെയിലൊക്കെ കെട്ടുമ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ബൺ കെട്ടുമ്പോഴും അതെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കൂട്ടോ. അപ്പൊ അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ടൈം ചെയ്യാനായിട്ട് നല്ലത്. അതല്ലാണ്ട് ഈ ബേബി ഹെയർ ഒന്നും, അതെനിക്ക് തോന്നുന്നു കുറെ മുടിയുള്ളവരുടെ അഹങ്കാരമായിരിക്കും. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇത്തിരിയൊക്കെ മുടിയൊന്നും നമുക്ക് സന്തോഷമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ വെട്ടിക്കളയ കൂടിയല്ല, വാക്സ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കളയായിരുന്നു. സങ്കടം തോന്നി എനിക്ക് കണ്ടിട്ട്. അപ്പോൾ ചിലരുടെ പ്രൊഫഷൻ, ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് ആണ്, എയർ ഹോസ്റ്റസ് ഒക്കെ ആണെങ്കിൽ അവരുടെ മുടി ഇങ്ങനെ പതിച്ച് കെട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ആ രീതിയിൽ കെട്ടി വെക്കണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ ഈ ജെല്ല്. ഇത് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യുക, എനിക്ക് നഖമുള്ള കാരണം ഇങ്ങനെ പറ്റുന്നില്ല, ഇങ്ങനെ പുഷ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി വെക്കാവുന്നതാണ്. ഇങ്ങനെ കാണുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെ വെച്ചാൽ ഒരു വൈറ്റ് പിരിപിരിപ്പ് ഉണ്ടാവും. പക്ഷെ അത് കണക്കാക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പതിച്ച് കൈകൊണ്ടോ ചീർപ്പോണ്ടോ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെയും നിന്നോളും. എനിക്ക് ഫ്രണ്ടിൽ ഒരു മുടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇത് മാറി ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കും കേട്ടോ. പോണിറ്റെയിലൊക്കെ കെട്ടുമ്പോഴാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ചെറിയൊരു ഓയിലി എഫക്റ്റ് ഉണ്ടാവും. മുടി അഴിച്ചിടുമ്പോഴൊക്കെ ആണെങ്കിൽ ഇതങ്ങനെ യൂസ് ചെയ്യണ്ട. പക്ഷെ നമ്മൾ മുടി കെട്ടിയൊക്കെ വെക്കുമ്പോൾ ഇത് ഭയങ്കര അടിപൊളിയാണ്. സ്ലീക്ക് ബണ്ണിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പ്രൈസ് ഇതിൽ കാണാനില്ല, ഞാൻ എന്തായാലും ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം കേട്ടോ. ഇത് ഹെയർ സ്റ്റൈൽസ് ഒക്കെ, അങ്ങനത്തെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ സെയിൽസിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കും പ്രത്യേകതരം ഹെയർ സ്റ്റൈൽ, ബണ്ണൊക്കെ കെട്ടണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഭയങ്കര നീറ്റ് ഫിനിഷിൽ നിൽക്കണം, കുറേ ബേബി ഹെയർ ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയണത് നമ്മുടെ സമ്മർ ടൈം മേക്കപ്പിന് വേണമെങ്കിൽ അത് എല്ലാവരും ലിപ്സ്റ്റിക്ക്, പിന്നെ സമ്മർ ആണെങ്കിലും വിന്റർ ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എന്തെങ്കിലും സ്മഡ്ജ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ് ഒക്കെ ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒന്നാണ് മൈഗ്ലാമിൻ്റെ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കേട്ടോ. ആക്ച്വലി ഞാൻ മൈഗ്ലാമിൻ്റെ പ്രോഡക്ട്സ് ഒന്നും ഇതുവരെയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണ് ഞാൻ അത് മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊമാറ്റോയിൽ എന്തോ മേടിച്ചപ്പോൾ എനിക്ക് കൂപ്പൺ വന്നു. 1 രൂപയ്ക്ക് മൈഗ്ലാമിന്റെ 2 ലിപ്സ്റ്റിക്കും കാജലും കിട്ടുന്നുണ്ട്. യൂഷ്വലി ഇങ്ങനത്തെ കുറെ വരാറുണ്ട്, ജസ്റ്റ് ഹെർബ്സിന്റെ ലിപ്സ്റ്റിക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബ്രാൻഡ്സിന്റെ വരാറുണ്ട്, മിനിമലിസ്റ്റിന്റെ, മമ്മ എർത്ത് അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ അപ്പൊ ഒന്നും ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നി മൈഗ്ലാമിന്റെ എന്തായാലും എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മൈഗ്ലാമിന്റെ പ്രോഡക്ട്സ് ഭയങ്കര നല്ലതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് 1 രൂപയിലുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഡെലിവറി ചാർജ് ഉണ്ട് കേട്ടോ, 200 രൂപയുടെ ഡെലിവറി ചാർജ് ഉണ്ട്. എന്നാലും ലാഭമാണ്, കാരണം 201 രൂപയ്ക്ക് നമുക്ക് 2 ലിപ്സ്റ്റിക് 1 കാജലും ഉണ്ട്. ലിപ്സ്റ്റിക്കിന് തന്നെ
375 കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, റിവ്യൂ ഒക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. നമ്മൾ 2 ഷെയ്ഡ്സ് മേടിച്ചിട്ടുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് റെഡും അതേപോലെ തന്നെ ഒരു പിങ്കി ഒരു ഓൾമോസ്റ്റ് ലൈക്ക് പിങ്കും റെഡും കൂടി കലർന്ന ഒരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. കുറച്ചുകൂടി ന്യൂഡ് ഷെയ്ഡായിരുന്നു നല്ലത്. പിന്നെ കാജലും നമ്മൾ കഴിഞ്ഞ ദിവസം യഷ്ന ഇൻസ്പയർ ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന് നമ്മൾ ഈ കാജലാണ് യൂസ് ചെയ്തത്. ഇത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് അതേപോലെ സ്മച്ച് പ്രൂഫ് അല്ല, പക്ഷെ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, നല്ല അടിപൊളി കറുപ്പ് കളറാണ്. ഞാൻ ഇവിടെ ഫോട്ടോ ഇടാം കേട്ടോ. കണ്ണെഴുതിയിട്ടില്ല, നല്ല അടിപൊളി കറുപ്പ് കളറാണ്. നമുക്ക് മേളിൽ എഴുതിയിട്ട് ലൈറ്റായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനൊക്കെ അടിപൊളിയാണ്. സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ, അവിടെ നിന്നോളും. പക്ഷെ കണ്ണിന്റെ താഴെ എഴുതിയിരിക്കുകയാണെങ്കിൽ നമുക്കൊരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ലൈറ്റായിട്ട് ഇങ്ങനെ കണ്ണിന്റെ താഴെ ഒന്ന് സ്മഡ്ജായി വരും. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു കാജലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി ഇതിന്റെ കളർ നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള കാജൽ ഇഷ്ടമുള്ളവർക്ക് മൈഗ്ലാമിന്റെ ഈ കാജൽ യൂസ് ചെയ്യാവുന്നതാണ്. ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ അത്ര കംഫർട്ടബിൾ അല്ല. ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക് പോലെ അത്ര കംഫർട്ടബിൾ അല്ല. ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും ലിപ് ബാം ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇത്തിരി ഡ്രൈ ലിപ്സ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ഇതൊക്കെ പിന്നെ ലിപ് ബാം ഇടാണ്ട് നമുക്ക് ഇതിന്റെ അടുത്തേക്ക് പോകാൻ കൂടി പറ്റില്ല, അത്രയ്ക്ക് ഡ്രൈയിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ലിപ് ബാം അപ്ലൈ ചെയ്യാം, അതിനുശേഷം ഇത് അപ്ലൈ ചെയ്യാനാണ്. കല്യാണങ്ങളും അതേപോലെ നമുക്ക് കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്ന 2 ലിപ്സ്റ്റിക്സ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ജസ്റ്റ് കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഫങ്ഷൻസിനൊക്കെ നല്ലോണം ലിപ് ബാം ഇട്ട് നന്നായിട്ട് ലിപ്പിനെ പ്രിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇനി കൂടുതൽ മൈഗ്ലാമിന്റെ പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ഇങ്ങനെ മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് എന്നെ പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് ഇൻസ്റ്റയിൽ ആഡ് വന്നിട്ട് 99 റുപ്പീസിന് ഈ പറഞ്ഞ പോലെ 2 ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് എന്തൊക്കെയോ ഉണ്ട് ഈ മൈഗ്ലാമിന്റെ വെബ്സൈറ്റിൽ തന്നെ. അപ്പോൾ വേറെ ഏതെങ്കിലും പ്രോഡക്ട്സ് ട്രൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അയ്യോ അതുകൊണ്ടല്ലേ വെള്ളം പറ്റി. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്ക്സും ഇടാം. ഇൻ കേസ് ഏതെങ്കിലും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ഫോൺ ഇങ്ങനെ കറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഒരു അഡ്രസ്സും കാണാനില്ല അതിൻ്റെ. ഇപ്പൊ നോക്കട്ടെ, ആണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് കുറെ അടിപൊളി ബ്ലോഗ്സ് ഒക്കെ ചെയ്യാം കേട്ടോ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.